സാറേ, ചൈന ആണവ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്നു കേട്ടു. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഇത് പിന്നെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്തുവിടില്ലല്ലോ ചൈന. ചൈനയിൽ ഒരു കാര്യവും നമ്മൾ അറിയില്ലല്ലോ, എല്ലാ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നാണ് അറിയുന്നത്. ആ ഉയ്ഗർ മുസ്ലിങ്ങളെ ധാരാളം പീഡിപ്പിക്കുന്നുണ്ട് അവരെ ഒരു പ്രവിശ്യയിൽ. അപ്പോൾ ഉയ്ഗർ മുസ്ലിങ്ങളുടെ 1000-ഓളം മോസ്കുകൾ ഈ തകർത്ത് കളഞ്ഞതൊക്കെ മുമ്പത്തെ ഉപഗ്രഹ ചിത്രവും പിന്നത്തെ ഉപഗ്രഹ ചിത്രവും നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നതൊക്കെ. എന്ന് പറഞ്ഞ പോലെ ഇത് മിഡിൽബർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് കാലിഫോർണിയ, മിഡിൽബർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് കാലിഫോർണിയ, അവരാണിത് വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ആണവ, അതായത് ന്യൂക്ലിയർ പവേർഡ് ആണവ റിയാക്ടറാണ്. അതിലെ ഊർജ കാര്യങ്ങളൊക്കെ വിമാനവാഹിനി കപ്പലിൻ്റെ അകത്തെ ഊർജ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഈ ഒരു ആണവ റിയാക്ടറാണ്. അതാണല്ലോ ന്യൂക്ലിയർ പവേർഡ് എന്ന് പറഞ്ഞ മുങ്ങിക്കപ്പലുകളും ഒക്കെ ഉണ്ടല്ലോ, നമുക്കും പണിതുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് അമേരിക്കയ്ക്കുണ്ട്, ഫ്രാൻസിന് ഒരെണ്ണമുണ്ട്, ചാൾസ് ഡിഗോൾ എന്ന് പറഞ്ഞിട്ട് പഴയ പ്രസിഡന്റിൻ്റെ പേരാണ് ചാൾസ് ഡിഗോൾ. അപ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ ആദ്യത്തേത് വരാൻ പോകുന്നു. അവർ വലിയ ഒരു കുതിച്ചുചാട്ടം നടത്തുന്നു. ഇത് അത്യാധുനികമായിരിക്കും. അപ്പോൾ ഈ ചിത്രങ്ങൾ കണ്ടിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ വലിയ ഉപരിതല യുദ്ധക്കപ്പലിന്, കടലിൻ്റെ മുകളിലുള്ളത്, മുങ്ങിയക്കപ്പലല്ല, മുകളിൽ പോകുന്ന ഒരു പക്ഷെ വലിയ യുദ്ധക്കപ്പലിനുള്ള റിയാക്ടറാണെന്ന് മനസ്സിലായി ചിത്രങ്ങൾ കണ്ടപ്പോൾ. അപ്പം ആ വലിപ്പവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വിമാനവാഹിനിയാണ് എന്നുള്ളതാണ്. അത്രയും വലിയ ഒന്നിനുള്ള റിയാക്ടറാണ് ഇപ്പോൾ റെഡിയായിരിക്കുന്നത്. വിമാനവാഹിനി ഇനി പണിയണം, അതിലേക്ക് കയറുന്നു എന്നുള്ളത് വിവരമാണ് ഇപ്പോൾ ലോകം അറിയുന്നത് ഇതിൽ കൂടി. അപ്പോൾ വിമാനവാഹിനിക്കുള്ള ആണവ പവർ പ്ലാന്റ് ആ പണിയും നടക്കുന്നുണ്ട്. ഈ ലഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേര് ഡ്രാഗൺ മൈറ്റ് പ്രോജക്റ്റ്. ഡ്രാഗൺ മൈറ്റ് പ്രോജക്റ്റ്, ലോങ് വി എന്ന് ചൈനീസ് ഭാഷ, ലോങ് വി ന്യൂക്ലിയർ പവർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. പ്രോട്ടോടൈപ്പ് ആണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ. ഈ മിഡിൽബർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് കാലിഫോർണിയയിലെ 19 പേജ് റിപ്പോർട്ട്, ഈ അനാലിസിസ് 19 പേജുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് 19 പേജ് റിപ്പോർട്ടിലാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഇത് ഈ പറഞ്ഞ ലഷനിൽ മ്യൂച്ചെങ് ടൗൺഷിപ്പ്, ഒരു നഗരപ്രദേശം മ്യൂച്ചെങ്, അവിടെ ഒരു മലയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആണവ പരിപാടികൾ ഇപ്പോൾ ഫോർദോയും നദാൻസും ഇറാനിലും മല തുറന്നിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്, ഇസ്രയേൽ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഇത് ആണവ പരിപാടികളൊക്കെ ആയതുകൊണ്ട് മലയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മ്യൂച്ചെങ്. ഇത് ചെങ്ഡു, അതായത് സിച്വാൻ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ചെങ്ഡു. ഒരുപാട് IT പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ ചെങ്ഡു. അവിടെ ചെങ്ഡുവിൽ നിന്ന് 112 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ആണ് ഈ മല, ഈ പണിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ലൊക്കേഷനൊക്കെ മനസ്സിലായിട്ടുണ്ട് ഉപഗ്രഹ ചിത്രത്തിൽ നിന്ന്. ഏതാണ്ട് ഉടനെ തന്നെ ശരിയാവും. ഈ റിയാക്ടർ ബേസ് 909 എന്നാണ് ഈ താവളത്തിന് പേര്. ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അവിടെ 6 റിയാക്ടറുകൾ കൂടി ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ചിലത് ഡീകമ്മീഷൻ ചെയ്തതാണെന്ന് സംശയമുണ്ടോ, 1-2 എന്ന് പറഞ്ഞാൽ പണിയൊക്കെ തീർന്നത്. ചിലത് പുതിയതായിട്ട് വികസിപ്പിക്കുന്നത്, ചിലത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 6 റിയാക്ടേഴ്സ് കൂടി ഉണ്ട്. ബേസ് 909 എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈന, ആ സ്ഥാപനത്തിൻ്റെ കേന്ദ്രമാണത്. ന്യൂക്ലിയർ പവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈന, അവരാണ് ഈ ആണവ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലഷാനിലെ മൊത്തത്തിലുള്ള മലനിരകളുണ്ടല്ലോ, ആ മലനിരകളാണ് ഈ മിഡിൽബർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠന ഗവേഷണങ്ങൾക്ക് വേണ്ടി എടുത്തത്. അത് അവരെടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിമാനവാഹിനിയെ പറ്റി അവർക്ക് ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല.
അവർ ചൈന ഒരു ആണവ പരീക്ഷണമോ അങ്ങനെ എന്തോ ഒരു പരിപാടി നടത്തുന്നതായിട്ടാണ് കരുതിയത് മലയുടെ ഭാഗത്ത്. അതായത് വെപ്പൺസ് ഗ്രേഡ്, ഒരു ബോംബ് ഉണ്ടാക്കാവുന്ന തരത്തിൽ പ്ലൂട്ടോണിയം അല്ലെങ്കിൽ ട്രിഷ്യം ഇത് അവർ ഉണ്ടാക്കുന്നതാണ്, സമ്പുഷ്ടീകരിക്കുകയാണ് എന്നാണ് കരുതിയിരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ കുറച്ചുകൂടി ഉപഗ്രഹ ചിത്രങ്ങൾ ടെൻഡറുകൾ വിളിക്കുമല്ലോ പല പണിക്ക്, അങ്ങനെ ടെൻഡറുകൾ ചൈന വിളിച്ചത് അത് നോക്കി, പിന്നെ വ്യക്തികളുടെ രേഖകൾ നോക്കി, അവിടെ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടായ കുറച്ച് ആഘാതം വരുമല്ലോ കാര്യങ്ങൾ, അതും കൂടിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് വിമാനവാഹിനിക്ക് വേണ്ടിയിട്ടുള്ള പണിയാണ് മനസ്സിലായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നെ ഈ അവിടെ പല പണികൾ നടക്കുമ്പോൾ വലിയ ശബ്ദം ഉണ്ടാകുന്നുണ്ട്, പിന്നെ ഒരുപാട് പൊടി ഉണ്ടാകുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ വിമാനവാഹിനിക്ക് വേണ്ടി ആണവ റിയാക്ടർ ഉണ്ടാക്കുന്നതെന്നൊന്നും നാട്ടുകാർക്കറിയില്ലല്ലോ. അപ്പോൾ അവിടെയുള്ള ഒരു നാട്ടുകാരൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അങ്ങനെ പരാതി കൊടുക്കാനൊന്നും അവിടെ ആളുകൾക്ക് ധൈര്യമില്ല. അപ്പോൾ ഇവിടെ തന്നെ ഇല്ല, പിന്നെയാണ് ഇവിടെ കൊടുത്തുള്ള അവസ്ഥ. അതെ, പ്രശാന്തൻ്റെത് വ്യാജൊപ്പുള്ള പരാതിയായിരുന്നു മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തത്. എന്നിട്ടും പ്രശാന്തന് വേണ്ട കാര്യങ്ങൾ പ്രശാന്തിന്റെ മൊഴിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏത് വ്യാജോപ്പായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് മൊഴിയെടുക്കാനൊക്കെ വരുന്നു. അപ്പോൾ ഇതിനേക്കാൾ കഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ചൈന. അപ്പോൾ ഒരാൾ പരാതിപ്പെട്ടിരുന്നു, ഭയങ്കര ശബ്ദം കേൾക്കുന്നു, ഒരുപാട് പൊടി, ഇതിൽ നിന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ പരാതി ഈ ഇവർക്ക് അന്വേഷണത്തിൻ്റെ ഇടയ്ക്ക് കിട്ടി. അപ്പോൾ അതിലും കുറേ വിവരങ്ങൾ ഈ ഇതിനെക്കുറിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വിവരങ്ങൾ വെച്ച് നോക്കിയപ്പോൾ ഇതാണെന്ന് മനസ്സിലായി. 2020-2023 പീരിയഡിലെ ഉപഗ്രഹ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ വീടുകൾ തകർത്തതായിട്ട് കാണുന്നുണ്ട് അവിടുത്തെ. അത് പാർട്ടി തീരുമാനിച്ചാൽ മതി, വീട് തകർത്തിട്ട് താൻ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുക, ഞങ്ങൾക്ക് ചില പരിപാടിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വാട്ടർ ഇൻടേക്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പണിതായിട്ടൊക്കെ മനസ്സിലായി ഈ വീടുകൾ തകർത്തിട്ട്. പിന്നെ സ്റ്റീം ജനറേറ്റേഴ്സ്, ടർബൈൻ പമ്പ്, ഇതിനൊക്കെയുള്ള ടെൻഡർ വിളിച്ചിട്ടാണ് കരാറുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറാണ്, അപ്പോൾ അതിന് വേണ്ട ടെൻഡറുകളാണ് കൊടുത്തിരിക്കുന്നത് എന്നും മനസ്സിലായി. നേവൽ പ്രൊപ്പൽഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്നും മനസ്സിലായി. പിന്നെ ചൈന ഷിപ്പ് റിസർച്ച് ആൻഡ് ഡിസൈൻ സെൻറ്റർ, അതാണ് കപ്പലൊക്കെ ഡിസൈൻ ചെയ്യുന്ന സ്ഥലം. അവർ റിയാക്ടറിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങിയതായിട്ടും മനസ്സിലായി പല ടെൻഡറുകളൊക്കെ നോക്കിയപ്പോൾ. നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയ്ക്കും ഫ്രാൻസിനും ന്യൂക്ലിയർ പവേർഡ് വിമാനവാഹിനി ഉണ്ട്, എയർക്രാഫ്റ്റ് കാരിയർ. അമേരിക്കൻ നേവിക്ക് 11 ആണവ വിമാനവാഹിനി കപ്പലുകളുണ്ട്, 11 2017 അമേരിക്കയ്ക്ക് ആകെ 81 ആണവ കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. വിമാനവാഹിനി 11, ആണവ കപ്പലുകൾ 81, ന്യൂക്ലിയർ പവേർഡ് വാർഷിപ്സ് 11, 81 ഉണ്ട്. 11 വിമാനവാഹിനി, പിന്നെ 70 മുങ്ങിക്കപ്പൽ അമേരിക്കയ്ക്കുണ്ട്, സബ്മറൈൻസ് ഉണ്ട് ന്യൂക്ലിയർ പവേർഡ്. ആകെ ഇതിനെല്ലാം കൂടി ഉള്ളത് 92 റിയാക്ടറുകളാണ് അമേരിക്കയ്ക്ക്. ഫ്രാൻസിന് നേരത്തെ പറഞ്ഞ പോലെ ചാൾസ് ഡിഗോൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിമാനവാഹിനി ഉണ്ട് ആണുള്ളത്. അപ്പോൾ ഇന്ത്യ എന്ന് പണിയും സാർ. ഇപ്പം ഈ ചൈന ഈ രീതിയിലുള്ള മുന്നൊരുക്കത്തിലൊക്കെ പോകുമ്പോൾ ആരുടെയെങ്കിലും ഒരു സഹായം വേണ്ടി, കാരണം ടെക്നോളജിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യക്ക് ഇങ്ങനെ ടെക്നോളജിയുടെ കാര്യത്തിൽ ഒരുപാട് സഹായം ചെയ്യുക. നമ്മളിപ്പം അടുത്ത് 1-2 INS അല്ലേ, അൽക്കെ, നമ്മൾ മുങ്ങിക്കപ്പലുകൾ നിർമ്മിച്ചു. അപ്പോൾ നമ്മളും സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ആണവ അന്തർവാഹിനികളൊക്കെ നിർമ്മിക്കുന്ന രീതിയിലേക്ക് പോയില്ലേ? നമുക്ക് അതിനനുസരിച്ചുള്ള ടെക്നോളജി ഇല്ലേ? നമ്മളെന്താന്ന് വെച്ചാൽ വിമാനവാഹിനി വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? അതെന്താന്ന് വെച്ചാൽ ബിപിൻ റാവത്ത് ഇല്ലായിരുന്നു, നമ്മുടെ സൈനിക മേധാവി, ആക്സിഡന്റിൽ മരിച്ചുപോയില്ലേ നീലഗിരി മലകരിലെ ഹെലികോപ്റ്റർ. ബിപിൻ റാവത്തിൻ പറഞ്ഞ ആശയം എന്താന്ന് വെച്ചാൽ ഈ വിമാനവാഹിനി എന്ന് പറഞ്ഞാൽ മറ്റേ കടലിൻ്റെ മുകളിലാണല്ലോ ഇരിക്കുന്നത്. ഈ മുകളിൽ ഉള്ള ഏത് ഷിപ്പും
അപകട സ്ഥിതിയിലുള്ളതാണ്. ഏതെങ്കിലും ഒരു മിസൈൽ വന്ന് പതിക്കാം, തകർന്നു ഡ്രോൺ ആക്രമണങ്ങൾ നടക്കാം അതിൻ്റെ മുകളിൽ. കടലിൻ്റെ അടിയിലാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ 25,000 കോടിയൊക്കെ വേണം ഈ ഒരു ന്യൂക്ലിയർ പവേർഡ് ഷിപ്പ്, അത് ഈ മുങ്ങിക്കപ്പൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പണച്ചെലവുള്ളതാണ്. അപ്പോൾ ആ പണം ഉപയോഗിച്ചിട്ട് വിമാനവാഹിനി ഒരെണ്ണം പണിയാനായിട്ട് നമുക്ക് ആ ഐഡിയ ഉണ്ടായിരുന്നു. ന്യൂക്ലിയർ പവേർഡ് അല്ലായിരുന്നു, വേറെ ഒരെണ്ണം. അപ്പോൾ അത് നമ്മളിപ്പോൾ സ്റ്റോൾ ചെയ്തിരിക്കുക. വിമാനവാഹിനി വേണ്ട, നമുക്ക് ഇനി വേണ്ടത് ഈ മുങ്ങിക്കപ്പലുകൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും ഇത് സർവീസിലായിരിക്കില്ല. ഒരെണ്ണം കടലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം തിരിച്ചു വന്നിട്ടുണ്ടാവും. ചിലതിന് അറ്റകുറ്റപ്പണിയൊക്കെ വേണ്ടി വരും. നമുക്കിപ്പോൾ 4 ഉണ്ട് എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് വിമാനവാഹിനി റൂൾ ഔട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കുകയേ വേണ്ട അടുത്ത കുറച്ച് വർഷങ്ങളിലേക്ക്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വലിയ ശക്തി നേടുകയാണ് ചൈന. അപ്പോൾ ചൈന സൈനിക ചൈന സൈനിക മേഖലയിൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അതാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പം നാവിക മേഖലയിൽ ചൈനയ്ക്ക് വലിയ ശക്തിയില്ല എന്നാണ് നേരത്തെ പറയപ്പെട്ടത്. ഇപ്പോൾ ഓസ്ട്രേലിയയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ. അപ്പോൾ ഇതുമൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കിടപിടിക്കാനാകുന്നു എന്ന് ലോകത്തെ അറിയിക്കും. ബിപിൻ റാവത്ത് പറഞ്ഞ ആ സത്യം നിലനിൽക്കുന്നു. ഇത് കടലിൻ്റെ മുകളിലായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മിസൈൽ കൊണ്ടൊക്കെ എപ്പോഴാണ് തട്ട് കിട്ടുന്നത് എന്നുള്ള ഉറപ്പില്ല. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.